ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ 7 ദിവസത്തെ നമ്മുടെ കശ്മീർ യാത്രയ്ക്ക് ശേഷം തിരിച്ചു വീണ്ടും ഡൽഹി എയർപോർട്ടിലെത്തി. ഇപ്പം നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ മെട്രോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പോയിട്ട് റൂം എടുത്തിട്ട് പിന്നെയാണ് നമ്മുടെ കറക്കം തുടങ്ങുക. നമ്മളങ്ങനെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് അവിടെ നിന്ന് മെട്രോ വിളിച്ചിട്ട് വന്ന് ഏകദേശം 700 റുപ്യാണ് 2 കാർഡും പിന്നെ റീചാർജും കൂടി അടക്കം വന്നത്. 2 കാർഡിനും കൂടി 300 റുപ്യ, ഓരോന്നിലായിട്ട് 200 വെച്ച് റീചാർജ് ചെയ്തു. എന്നിട്ടിപ്പോൾ ന്യൂഡൽഹിയിൽ വന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് നമുക്ക് റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഇവിടെ ന്യൂഡൽഹിയിൽ വന്നിട്ട് റൂം എടുത്തു. മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. ഇതാണ് നമ്മുടെ റൂം. ഒരു ഡബിൾ ബെഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇരിക്കാനുള്ളൊരു ചെയർ, ടേബിള്, പിന്നെ TV ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാങ് ചെയ്യുന്നൊരു ചെറിയൊരു കബേർഡിൻ്റെ പോലത്തെ സംഭവം, പിന്നെ AC, അതേപോലെ തന്നെ ഫാന് സംഭവങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ ടോയ്ലറ്റും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിവിടെ ഒരു മിററുണ്ട്. റൂം വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ പെർ ഡേ 1700 റുപ്യാണ് അവർ ചാർജ് ഈടാക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് സംഭവങ്ങളൊക്കെ, തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പോകാനാണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളുടെ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ കറി ഉണ്ട്, പിന്നെ തൈര്, പിന്നെ പച്ചമുളക് ഉള്ളിയും മുറിച്ചിട്ടുണ്ട്, പിന്നെ ദാലാന്ന് തോന്നും, ഇത് ഉണക്ക പപ്പടം, പിന്നെ ഇത് റൈസും ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റത്തെ ദിവസം ഡൽഹിയിൽ വന്നു. റൂം എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ വൈകുന്നേരം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം ഏകദേശം സമയം 4 മണി ആകാനായി. നമ്മുടെ റൂമിൻ്റെ അടുക്കുന്ന ഓട്ടോ വിളിച്ചിട്ടാണ് ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാണ്. ഇവിടുന്ന് ഏകദേശം 100 രൂപയുടെ ഓട്ടോ ഉണ്ട് ഇന്ത്യ ഗേറ്റ് വരെ. ആദ്യം മെട്രോന് പോകാമെന്ന് വിചാരിച്ചത്. മെട്രോനാണെങ്കിലും ഈ പറയുന്ന പോലെ പെർ പേഴ്സൺ ഒരു 30 രൂപ എന്തായാലും വരും. അപ്പൊ പിന്നെ വിചാരിച്ച എന്തായാലും ഓട്ടോ വിളിച്ചിട്ട് പോവാ. നമ്മളെടുക്കുന്ന ഏകദേശം മെട്രോയിലേക്ക് ഒരു 10 മിനിറ്റത്തെ വാക്കിംഗ് ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് എത്തി. ഇവിടെ റോഡ് സൈഡില് മറ്റേ വെറ്റിലൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട്, മിഠാപ്പാനി എന്നും പറഞ്ഞിട്ട്. 20 റുപ്യ ഒരെണ്ണത്തിന് മിഠാപ്പാൻ. അരനേട്ടൻ ഒരെണ്ണം. അപ്പൊ ആ സാധനം അരനേട്ടൻ വാങ്ങിച്ചു കഴിച്ചു. പക്ഷേ ഇവിടെ പണി നടക്കുന്ന കാരണം ഇപ്പൊ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഒരു രക്ഷയില്ല നമുക്ക് അപ്പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട്. ഈ ഇന്ത്യ ഗേറ്റിന്റെ ഈ പണി മുഴുവൻ തീർന്ന് ഇത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ജനുവരി ആവുന്ന ഇവര് പറഞ്ഞത്. നമ്മൾ അന്വേഷിച്ചപ്പോ ജനുവരി 26 ആവും എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും സ്റ്റാർട്ട് ചെയ്തതാണ് വർക്ക്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് പോയി കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഫോട്ടോ സംഭവങ്ങളൊന്നും പോയിട്ട് എടുക്കാനെന്നുള്ള ഒരു വഴിയില്ല. നമുക്ക് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മുടെ നല്ല നല്ല കുറേ ഭംഗിയുള്ള ഫോട്ടോസ് നമുക്ക് ഇവർ എടുത്തു തന്നു. ഇവിടുന്ന് നമുക്ക് പ്രിന്റ് ഔട്ട് സംഭവങ്ങളൊക്കെ എടുത്തു തരും. റീസണബിൾ റേറ്റ് ആണ്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഇന്ത്യ ഗേറ്റ് ഇനിയിപ്പം വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള ലൊക്കേഷൻസ് പോയി നോക്കാം. നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നടന്നു നോക്കാം. നമ്മൾ രണ്ടാളും ആ ഇന്ത്യ ഗേറ്റ് തൊട്ടിട്ട് നമ്മളെ റൂം വരെ നടക്കാണ്. പോകുന്ന വഴിക്ക് ഫുള്ള് ജസ്റ്റിസ്, മന്ത്രിമാര്, MP-മാര്, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളാണ്. എല്ലാം വലിയ വലിയ ആൾക്കാരുടെ വീടുകളാണ്. ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സ്ഥലങ്ങൾ ഫുള്ള് നല്ല ഗ്രീനറിയും നല്ല റൗണ്ട് അബൌട്ട്സും അതേപോലെ തന്നെ സൈഡിലൊക്കെ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. എവിടെ ചെന്ന് ക്യാമറ ഉണക്കി കഴിഞ്ഞാൽ അവിടെ ആൾക്കാരുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു സൈൻ ബോർഡിൽ എടുക്കുന്ന പോലെ നമുക്ക് നിന്നിട്ട്
ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മൾ ഓടിച്ചു വിടും. സമ്മതിക്കണം കേട്ടോ. ഇതിലെ കൂടെ ഒരു ദിവസം നടക്കണം. എന്നാലും നമ്മളൊക്കെ ചിന്തിക്കും ഒരു പ്രാവശ്യം ഒന്ന് മന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കണം എന്ന്. ജാതി സെറ്റപ്പെട്ട വീടുകളാണെങ്കിലും പുറത്തൊക്കെ എത്ര സെക്യൂരിറ്റീസ് അവർക്കൊക്കെ. നമ്മുടെ പഴയകാല പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മെമ്മോറിയലായിട്ടൊരു ബിൽഡിങ്ങും മ്യൂസിയം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ജസ്റ്റ് കണ്ടുവരാം. അപ്പോൾ ക്ലോസ് ചെയ്യേണ്ട ടൈമായി. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്ററായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് ആ ഒരു വീടാണ് ഇന്നിപ്പോൾ ഇത് മെമ്മോറിയൽ മ്യൂസിയമാക്കി മാറ്റിയത്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ഹാളിൽ ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. അതേപോലെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ എല്ലാവിധ വസ്തുക്കളും പേഴ്സണൽ ഐറ്റംസ് എല്ലാം ഇപ്പോഴും ഇവരുടെ സൂക്ഷിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന കമ്പിളിക്കുപ്പായം, പിന്നെ പേന, ഇദ്ദേഹത്തിൻ്റെ വാച്ചസ്, കണ്ണടകൾ, പിന്നെ ഇദ്ദേഹം പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെരുപ്പ്, അതായത് മരത്തിനെ കൊണ്ടുള്ള ചെരുപ്പുകളില്ലേ അത്. അങ്ങനെ നിരവധി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരിൽ വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ സാധനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേഴ്സണൽ ഐറ്റംസായ ജ്വല്ലറീസ്, വളകൾ എല്ലാം തന്നെ ഇവരിവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ നിരവധി റൂമുകളുണ്ട്. ബെഡ്റൂം, ഡൈനിങ്ങിലൊക്കെ പാത്രങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെയുണ്ട്. പിന്നെ പൂജാമുറി, അദ്ദേഹത്തിൻ്റെ പണ്ട് കാലത്ത് ഓഫീസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂം, ഇവിടേക്ക് ഇപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. പിന്നെ കിച്ചൺ, എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴും ഇവരിവിടെ ക്ലീനായി നല്ല വൃത്തിയായി വെച്ചിരിക്കുന്നതാണ് നമുക്ക്. അദ്ദേഹം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വാങ്ങിയ ഫിയറ്റ് കാറാണ് ഈ കാണുന്നത്. ഇത് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ ഒരു വീട് സംഭവങ്ങളൊക്കെ പോയി കണ്ടു. പിന്നെ പുറത്തേക്ക് വന്ന് നമുക്ക് മയിലിനെയും കുരങ്ങിനെയൊക്കെ കാണാൻ പറ്റും. പുറത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ട്. എൻട്രി ഫീസൊന്നുമില്ല. രാവിലെ 10 മണി തൊട്ടിട്ട് 5 മണി വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയിട്ട് അതൊക്കെ വിസിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ വൈകുന്നേരത്ത് ആ ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ INA മാർക്കറ്റ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല നല്ല സ്ട്രീറ്റ് ഫുഡും ഒരുപാട് ഷോപ്സ് സംഭവങ്ങളൊക്കെ ഇവിടെ ഫുഡ് സ്ട്രീറ്റൊക്കെ ഇവിടെ ഉണ്ടാവുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ INA മാർക്കറ്റിലെത്തിക്കുന്ന പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്. എന്താ ടേസ്റ്റ്? പാലക്കിന്റെ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നു. പാലക്കിന്റെ ഇല വറുത്തിട്ട് അതിന്റെ കൂടെ കുറെ സാധനങ്ങൾ മിക്സ് ആക്കിയിട്ട് ഇവര് തരുന്ന നമുക്ക്. സംഭവം എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓർഡർ ചെയ്ത മോമോസ്, ഇതിന്റെ കൂടെ 2 ടൈപ്പ് ചട്നി വന്നിട്ടുണ്ട് കേട്ടോ. ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സാധനം എന്നറിയില്ല. നല്ല എരിവുണ്ട്. വലിയ കുഴപ്പമില്ല. കഴിച്ചോക്കെ വേണ്ട. ഇതിന്റെ ഉള്ളില് ചിക്കൻ്റെ ഉള്ളില് ഉള്ളിയും മറ്റു സാധനങ്ങളൊക്കെ നിറച്ചിട്ടുള്ളൊരു സാധനം കേട്ടോ ഇത്. സംഭവം എന്തായാലും കൊള്ളാം. നമ്മളിവിടെ INA മാർക്കറ്റിൽ വന്നിട്ട് INA കിച്ചൺ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു ഫുഡിൻ്റെ ഒരു സംഭവമുണ്ട്. ഭയങ്കര തിരക്കട്ടെ ഇവിടെ വന്നിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 1ലും 2ലൊന്നും നിൽക്കില്ല. കഴിച്ച് അങ്ങനെ അങ്ങ് പോകും. പ്രത്യേകിച്ച് ഈ ലൈവായിട്ട് ഇവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെംപ്റ്റേഷനായിരിക്കും. നമ്മൾ എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആവില്ല. ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് പലതരം ഡിഷസ്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ടിക്കറ്റാ സംഭവം. അതിൻ്റെ കൂടെ ചട്നി, സവാളയൊക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കി ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ടെന്ന്. ഓക്കെ. നമ്മളിപ്പം നിൽക്കുന്ന ഈ INA മാർക്കറ്റിൽ ഇവിടെ സ്പെഷ്യലായിട്ട് ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ചായ കുടിക്കും. ഇതാണ് ചായക്കട. ഇതിൻ്റെ പേര് ലളിത് ടീ സ്റ്റാൾ. ഇവിടെ
നല്ല തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി ചായ. ഇവര് പിന്നെ ശരിക്കും മറ്റേ എന്താ പറയാ റെഡിമെയ്ഡ് സാധനങ്ങളൊന്നും ചേർക്കാണ്ട് ഡയറക്റ്റ് പാലിൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് കുറുക്കി ഇതാക്കിയിട്ട് സ്പെഷ്യൽ ചായ ആണെങ്കിൽ അതിന് സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഇവർ ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ റൂമിലെത്തി. ഇപ്പൊ സമയം ഏകദേശം 9:30 കഴിഞ്ഞു. അത്യാവശ്യം വലിയ കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡൽഹി ഫസ്റ്റത്തെ ദിവസം തന്നെ ഇഷ്ടപ്പെട്ടു. ഫുഡാണെങ്കിലും കറക്കാണെങ്കിലും ഒന്നും വലിയ മോശമൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇന്ന് ആകെ പണിപാളിപ്പോയത് ഇന്ത്യ ഗേറ്റ് മാത്രമാണ്. നാളെ ഒരുപാട് ബക്കറ്റ് ലിസ്റ്റിൽ സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. കാരണം ഗൂഗിൾ ഒരിക്കലും നമുക്ക് ലേറ്റസ്റ്റ് നമുക്ക് അപ്ഡേറ്റഡ് സംഭവങ്ങൾ നമുക്കൊന്നും തരില്ല. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് എല്ലാ സ്ഥലത്തും ഓപ്പൺ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ക്ലോസ്ഡ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മുതൽ ഡൽഹിയിലെ പുതിയ കാഴ്ചകളൊക്കെ കാണാം.